ഒരു കാര്യം ഓർത്തോ, ഒരു തവണ ഞാൻ ചിണ്ടുവിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെർഫെക്റ്റ്ലി ലേഡി ജിന്നാക്കി മാറ്റും. ബൈ ബൈ. നീ എന്തിനാ ഇത്ര അധികം പേടിക്കുന്നത് ചിണ്ടു? മാജിക് കാണിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകായിരുന്നില്ലേ? അവളെ കണ്ടപ്പോ തന്നെ ഞാൻ എല്ലാ കാര്യവും മറന്നുപോയി വീർ. അകിടം പകിടം മന്ത്രം പോലും ഞാൻ മറന്നു. അവളെ പിടിക്കാൻ അപ്പൂപ്പ നിന്റെ കയ്യില് ഈ ജിൻ ക്യാച്ചർ തന്നതല്ലായിരുന്നോ? ഇത് വെച്ച് നീ അവളെ പിടിച്ചേക്ക്. പേടി കൊണ്ട് വാ തുറന്ന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ അവളെ പിടിക്കുന്നത്? അവൾ എവിടെ വേണേലും എപ്പോ വരാനും ചാൻസ് ഉണ്ട്. മറ്റുള്ള ജിന്നിന്റെ പവേഴ്സ് തട്ടിപ്പറിച്ച് പിന്നെ അത് വെച്ച് കളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പൂപ്പനെ ഇവളെയൊക്കെ പേടിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഞാനും ഒളിച്ചിരിക്കാം. അവന് വേണ്ടി ഞാൻ 4 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പൂപ്പ. നിന്റെ കൂട്ടുകാരനല്ലേ അവൻ, എന്നിട്ടാണോ അറിയില്ല എന്ന് പറയുന്നേ? വേഗം അവനെ വിളിക്കിങ്ങോട്ട്. ചിണ്ടുവിനെ ഇത്ര സ്നേഹത്തോടെ ഇദ്ദേഹം എന്തിനാ വിളിക്കുന്നത്? എപ്പോഴും അപ്പൂപ്പൻ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചാണല്ലോ വിളിക്കുന്നത്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. അപ്പൂപ്പ, നിങ്ങൾ എല്ലാ ആഹാരവും കൊണ്ട് ആ തീന്മേശ വെച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചിണ്ടുവിനെ വിളിക്കാം. ഹലോ അപ്പൂപ്പ, നിങ്ങൾ എവിടെയാ? ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാ. എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല അപ്പൂപ്പ, വെറുതെ ചോദിച്ചതാ. ഇമിലി, ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പനല്ല, ആ ജിന്നാണ്. എന്ത്? ചിണ്ടു, വേഗം വാ. ആ ലേഡി ജിൻ അപ്പൂപ്പന്റെ രൂപത്തിൽ വന്നിരിക്കുക. ഇല്ലില്ല, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരാനാ പറഞ്ഞത്. വാ. ചിണ്ടു, നിക്കവിടെ. ഇവനെന്താ എന്തോ സിംബോളിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇവൻ സിഗ്നൽ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അവൻ വീറല്ല. അവന് നീണ്ട മുടിയുണ്ട്, നീണ്ട മൂക്കുണ്ട്. അതെല്ലാം മാജിക് കൊണ്ട് മറച്ചു വച്ചിരിക്കുക. ഒരു പക്ഷേ ഈ എലി നമ്മുടെ വീറാണോ? എന്ന് വെച്ചാ ഇതൊക്കെ ലേഡി ജിന്നിന്റെ കളിയാണോ? മതി ചുൾബുൾ, കളിക്കുന്നത് നിർത്ത്. ചിണ്ടുവിന് അവന്റെ പവേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ശരി ശരി, ഓക്കെ. കുറച്ച് സമയം കൂടി ഇതുപോലെ ഇരുന്നാ കൊള്ളാമായിരുന്നു. അകടം പകടം. നീ വീറല്ലേ? അകടം പകടം അകടം പകടം ദം ദമാദം ദം ദമാദം ദം ദമാദം. ഓടിക്കോ. വീർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ലേഡി ജിൻ, ഇനി നമ്മൾ രണ്ടാളും തമ്മിലാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചിണ്ടുവിന്റെ ശക്തി നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. വീർ, നിനക്കൊരിക്കലും എന്നെ ജയിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവാ. എന്നിട്ട് ഞാൻ എല്ലാവരെയും കൊന്നൊടുക്കും. അയ്യോ രാക്ഷസൻ, അയ്യോ രാക്ഷസൻ, ഓടിക്കോളൂ എല്ലാവരും, ഓടിക്കോളൂ, രാക്ഷസൻ വരുന്നേ.
നിക്ക്. ഞാൻ പോയാ ചിണ്ടുവിനെ വിളിച്ചോണ്ട് വരാം. അവൻ കാരണമല്ലേ നീ ഇങ്ങനെ ആയത്. ഇംലി, ചിണ്ടു എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ? എവിടെ തേടിയിട്ട് അവനെ കാണാൻ പറ്റിയില്ല. റോബോബോയ്, റോബോബോയ്! ആ രാക്ഷസൻ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുക. അവൻ കണ്ണി കണ്ടതെല്ലാം തല്ലി തകർക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ റോബോബോയ്. ഇംലി, ചുൾബുൾ, നിങ്ങൾ എത്രയും വേഗം ചിണ്ടുവിനെ കണ്ടുപിടിക്ക്. ഞാൻ ആ വണ്ടിയെ നോക്കിയിട്ട് വരാം. ശരി, ഓക്കെ. വണ്ടി, നീ എന്ത് കാര്യമായി ചെയ്യുന്നത്? അങ്ങോട്ട് നോക്ക്, ട്രെയിൻ വന്നോണ്ടിരിക്കുകയാണ്. നീ എന്തിനാ റെയിൽവേ ട്രാക്ക് പൊട്ടിച്ചത്? ട്രെയിനിനെ ഞാൻ രക്ഷിക്കും. അതിനെനിക്ക് നിന്റെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. മാറിക്കുന്നു. നീ റോബോയെ കണ്ടോ? ആ റോബോബോയ് എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഓടേണ്ട കാര്യം? ആ റോബോ എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഓടുന്നേ? ഇപ്പോൾ ഇതാ ഞാൻ തുടങ്ങുകയാണ്. നീ ഒരിക്കലും തോറ്റ് പിന്മാറില്ലല്ലേ? ഇന്നാ പിടിച്ചോ. പാറ്റുമെങ്കിൽ അടിക്ക്. ഷൂട്ട് ചെയ്ത് കാണിക്ക്. ദേ ഇവിടെ അടിക്ക്. ശരി, ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇത് ചീറ്റിംഗ് ആണ് ബോസ്. നീ ഇട്ടിരിക്കുന്ന സൂട്ടില്ലേ, അതെന്താടാ നീ ഉപയോഗിക്കാത്തതാ? സോറി ബോസ്, ഞാൻ അതങ്ങ് മറന്നുപോയി. ഇപ്പൊ ഉപയോഗിക്കാം. അങ്ങോട്ട് നോക്ക്, വണ്ടി വന്നോണ്ടിരിക്കുക. അവനാകെ പേടിച്ച് വരണ്ടിരിക്കുക. അവനൊരിക്കലും അന്യായത്തോട് പോരാടില്ല. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. വരൂ, നമുക്ക് അവനെ സഹായിക്കാം. അവൻ ഇനി ആരെയും കണ്ട് പേടിക്കാതെ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ സൈലന്റ് ആയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത അവന്റെ ധൈര്യം കൂടും. അവൻ ധൈര്യശാലിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ എപ്പോഴും നന്മയ്ക്ക് കൂട്ടുകാരനാവും. അന്യായത്തിനെതിരെ പോരാടുകയും ചെയ്യും. ബണ്ടി, നീ എന്താ ഇത്ര പേടിച്ച് വരണ്ടിരിക്കുന്നേ? നന്മയുടെ കൂട്ടുകാരനാകുന്നതും തിന്മയ്ക്ക് എതിരായിട്ട് മാറുന്നതും ഭയങ്കര പ്രയാസമുള്ള കാര്യ. ഈ റോബോബോയുടെ സ്യൂട്ടും എനിക്ക് ഊരി മാറ്റാൻ പറ്റുന്നില്ല. അവൻ ഞാനാണ് റോബോബോയ് എന്ന് വിചാരിച്ചിട്ട് എന്നെ എടുത്തിട്ട് തട്ടിക്കൊളിച്ചോണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട ബണ്ടി, നീ തീർച്ചയായും ജയിക്കും. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ. ചെല്ല്, അവനൊന്ന് അറ്റാക്ക് ചെയ്യ്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെടില്ല റോബോബോയ്. ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ, ഇനി അവനെ